മണിപ്പൂർ കലാപ കേസ് പ്രതിയെ കണ്ണൂരിൽ നിന്നും പിടികൂടി. ഇംഫാൽ സ്വദേശി രാജ്കുമാർ മൈബാക്സിനെയാണ് പിടികൂടിയത്. തലശ്ശേരിയിൽ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിലെ അംഗമാണ് ഇയാൾ. നിഖിൽ അളവൂർ ചേർന്നു വിവരങ്ങളുമായി. നിഖിൽ, എങ്ങനെയാണ് ഇയാളുടെ ഈ നിരോധിത സംഘടനയുമായുള്ള ബന്ധമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഇംഫാൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ UAPA പ്രകാരം പ്രതിയാണ് ഇയാൾ, ഈ രാജ്കുമാർ. ഇയാളെക്കുറിച്ച് ഈ ക്രൈംബ്രാഞ്ച് കൃത്യമായ വിവരങ്ങൾ NIAക്ക് കൈമാറിയിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഇയാൾക്കായുള്ള അന്വേഷണം നടത്തി വരികയുമായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ തലശ്ശേരിയിലുണ്ടെന്ന വിവരം NIAക്ക് മനസ്സിലാവുന്നത്. 4 ദിവസം മുൻപാണ് ഇയാൾ തലശ്ശേരിയിലെ ഹോട്ടലിൽ ജോലിക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ ഒരു പത്രപരസ്യം കണ്ട് ഇയാൾ അപേക്ഷിക്കുകയായിരുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ വേണം എന്നായിരുന്നു ഈ ഹോട്ടലിൻ്റെ ഒരു ആവശ്യം. അങ്ങനെയാണ് ഇയാൾ ഇതിലേക്ക് അപേക്ഷ നൽകുന്നതും പിന്നീട് ഇവിടെ ജോലിക്ക് എത്തുന്നതും. ഈ വിവരം മനസ്സിലാക്കിയ NIA സംഘം തലശ്ശേരിയിലെ ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ടാറ്റു ആണ് ഇയാളെ തിരിച്ചറിയാൻ സഹായിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും തലശ്ശേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാജ്കുമാറിനെ പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് തുടർ നടപടികൾക്ക് ഇംഫാലിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ഇയാൾ നാട് വിടുകയായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിരോധിത സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിലെ അംഗമായ രാജ്കുമാർ സായുധ പരിശീലനം ഉൾപ്പെടെ നേടിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.